പ്രൈസ് ദ ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കെഴുതിയ ലേഖനം 1-15 അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. ഹല്ലേലൂയ. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് എന്തെല്ലാമാണ് പറയുന്നത്. ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഈ എഫെസ്യ ലേഖനത്തിൽ കർത്താവായ യേശുവിലുള്ള വിശ്വാസവും വിശുദ്ധന്മാരോടുള്ള സ്നേഹവും, നോക്കൂ, ഇവ രണ്ടും വിശ്വാസികളായ ഓരോരുത്തരുടെയും ജീവിതത്തിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് കാരണം ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ യേശുവിലുള്ള ആ വിശ്വാസവും വിശുദ്ധന്മാരോടുള്ള നമ്മുടെ സ്നേഹവും ഒന്നുപോലെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നോക്കൂ, ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. രോഗസൗഖ്യമുണ്ടാവും. അതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും ആ സുന്ദരമെന്ന ഗോപുരവാതിക്കൽ ചെന്നപ്പോൾ, ഹല്ലേലൂയ, അവിടെ പിറവിയിലെ മുടന്തനായ ഒരുവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുക. വല്ലതും കിട്ടുമെന്ന് കരുതി എല്ലാവരോടും ചെയ്യുന്നത് പോലെ ഇവരുടെ മുമ്പിലും ഇവരെയും ഉറ്റുനോക്കുവാൻ കാരണമായി തീർന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ദൈവമക്കളിൽ എന്താണുള്ളത്? ഇവിടെ പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഉള്ളത് നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുത്തപ്പോൾ മുടന്തൻ കുതിച്ചെഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഉള്ളത് കൊടുക്കുമ്പോഴാണ് അവിടെ വിടുതൽ നടക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഉള്ളത് കൊടുത്തപ്പോൾ അവിടെ മുടന്തനായ തൻ്റെ, ഹല്ലേലൂയ, ആ മകൻ എഴുന്നേറ്റ് നടക്കുവാൻ ഇടയായെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ നാമും പറയുന്ന കാര്യങ്ങളുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. അതായത് ഇങ്ങനെ പറയാൻ കാരണം, കടുകുമണി വെറും ചെറിയൊരു വിത്ത, പക്ഷേ അത് വളർന്നു വരുമ്പോൾ അനേക പക്ഷികൾക്കൊരു തണലായിട്ട് മാറുവാൻ സാധിക്കുന്നു. വൃക്ഷം പോലെ വളർന്നു പന്തലിക്കുവാൻ, അനേകർക്ക് ആശ്രയമായി തീരുവാൻ, ഫലം കൊടുക്കുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മിലുള്ള ദൈവവിശ്വാസം കൊണ്ട് അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ ഇടയായിത്തീരും. ദൈവസ്നേഹത്തിൽ കടുകുമണിയോളം വലിപ്പമുള്ളത് നിങ്ങൾ ചെയ്താൽ മതി. അതായിരിക്കും വലിയ വിടുതലിന്, ഒരുവന്റെ ജീവന് തന്നെ കാരണമായി തീരും. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള സ്നേഹം നമ്മൾ വ്യാപരിക്കുമ്പോൾ, വർദ്ധിച്ചു വരുമ്പോൾ സ്നേഹത്തിന്റെ അളവും കൂടുതലായിട്ട് വർദ്ധിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. നോക്കൂ, സ്നേഹമാണ് എപ്പോഴും വലിയതായി കാണിക്കുന്നത്. ഇന്ന് സ്നേഹത്തിന്റെ ആ അളവൊക്കെ കുറഞ്ഞ് അതൊക്കെ തണുത്തു പോയിരിക്കുക. അതുകൊണ്ടാണ് പല സംഭവങ്ങളും നമ്മെ ഞെട്ടിക്കുന്നത്, കേൾക്കുവാനും കാണുവാനും ഒക്കെ കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ ദിനവും നടക്കുന്നത്. പ്രിയ മക്കളെ, ഒരിക്കലും നാം ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവസ്നേഹം കുറയുന്നു, തമ്മിലുള്ള സ്നേഹം കുറയുന്നു. അതായത്, ഹല്ലേലൂയ, ആത്മീയ വളർച്ചയിൽ നിന്ന് എല്ലാവരും താണു പോകുകയാണ്. ആത്മീയ സ്നേഹത്തിൽ നിന്ന് താണു പോകുകയാണ്. ഭൗതികമായിട്ടുള്ള ആ വളർച്ചയിലേക്ക്, ഭൗതിക സ്നേഹത്തിലേക്ക് ജനങ്ങളുടെ കണ്ണുകൾ, ഹല്ലേലൂയ, അവരുടെ, ഹല്ലേലൂയ, മുഴുവൻ മനസ്സ് അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താ, തമ്മിൽ സ്നേഹം കുറഞ്ഞ് മനുഷ്യർ തമ്മിൽ കാണുവാൻ കഴിയാതെ, ഹല്ലേലൂയ, ആയിത്തീർന്നിരിക്കുകയാണ്. പ്രിയ മക്കളെ, ദൈവസ്നേഹം ഈ നാളുകളിൽ കൂട്ടിയെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ. പ്രിയ, ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മിൽ പ്രതിഫലിക്കുന്നത് യേശുവിലുള്ള ആ സ്നേഹം മൂലമാണ്.
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്താലാണ് എല്ലാം നടക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തുവിന്റെ മക്കളായി കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. പലപ്പോഴും പല വിധത്തിൽ പിന്തിരിപ്പിക്കുവാൻ ശ്രമങ്ങൾ നടക്കും. നമ്മെ ഹല്ലേലൂയ അകറ്റിക്കൊണ്ടുപോകുവാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പല വിധത്തിലും ഹല്ലേലൂയ ശ്രമങ്ങൾ നടക്കും. പക്ഷേ നമ്മുടെ അപ്പനാരാ? നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെയുള്ള അപ്പൻ നമ്മെ കൈവിടുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. യോഹന്നാന്റെ 1-ാം ലേഖനം 4:7 പറഞ്ഞിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവരെ അപ്പൻ സ്നേഹിക്കുന്നു. അപ്പൻ ഒരു നാളും നമ്മെ കൈവിടുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ എഫെസ്യ ലേഖനത്തിൽ മുഴുവനായിട്ട് നാം മനുഷ്യരിൽ ഹല്ലേലൂയ ദൈവത്തിൽ എങ്ങനെ ആശ്രയം വെച്ചിരിക്കുന്നു, ആ മനുഷ്യരോടുള്ള സ്നേഹം എങ്ങനെയൊക്കെയാണെന്ന് മുന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിലുള്ള സ്നേഹം, ആ മഹിമാധനം നോക്കിയാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മെ ഹല്ലേലൂയ, അതായത് എന്തെല്ലാം ശക്തികൾ കടന്നു വന്നാലും നമ്മളെ വേർപിരിപ്പാൻ സാധ്യമാകുകയില്ല. കർത്താവിൻ്റെ സ്നേഹം നമ്മോട് കൂടെയുണ്ട്. യേശു സ്നേഹമാണ്. ഹല്ലേലൂയ. യേശുവിലുള്ള സ്നേഹം നമ്മിലുള്ളപ്പോൾ ഹല്ലേലൂയ നമുക്ക് മറ്റുള്ളവരെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, അവസാനമായിട്ട് എഫെസ്യ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, 6-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ അത് 23-24 വാക്യത്തിൽ പറയുകയാണ്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിങ്കിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹം, നിലനിൽക്കുന്ന സ്നേഹം എപ്പോഴും ഉണ്ടാകുവാൻ അപ്പോസ്തലനായ പൗലോസ് എല്ലാവരോടും പറയുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, ആ ദൈവത്തിങ്കിലുള്ള സ്നേഹം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടിയുള്ള സ്നേഹം. ഹല്ലേലൂയ. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിലും അതെന്താണ്? ഏറ്റവും വലിയ വിശ്വാസമാണ്. പ്രിയ മക്കളെ, ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ ഒരിക്കലും ആ സ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നോക്കൂ, ആ ദൈവത്തിങ്കിലുള്ള ആ സ്നേഹം, ആ അത്ഭുതങ്ങളൊക്കെ കണ്ട് കേട്ട് നടന്ന ജീവിതങ്ങൾ ഹല്ലേലൂയ കൂടെ നടന്ന് നമുക്ക് യേശുവിലുള്ള സ്നേഹം മനസ്സിലാക്കിയ പത്രോസ് പോലും തള്ളിപ്പറയുന്ന അനുഭവം ഉണ്ടാകുന്നു. പക്ഷേ നമ്മുടെ അപ്പൻ പിന്നെയും പത്രോസിനെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മെ കൂടുതൽ സ്നേഹിക്കുന്ന, എപ്പോഴും നമ്മോട് കൂടെ നടക്കുന്ന അപ്പൻ്റെ കരങ്ങളിൽ നമുക്കായിത്തീരാം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നേറാം. ദൈവത്തിലുള്ള സ്നേഹത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാതെ അപ്പനോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹത്തിൽ നമുക്കായിത്തീരാം. ഹല്ലേലൂയ. നമ്മെ തന്നെ അപ്പൻ്റെ കരുത്തിൽ സമർപ്പിക്കാം. കർത്താവേ എന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെയും ദൈവസ്നേഹത്തിൽ അപ്പ നിലനിർത്തണമേ. പലപ്പോഴും പലവിധമായ ചിന്തകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം. സ്നേഹത്തിൽ നിന്ന്, അപ്പനിൽ നിന്ന് മാറ്റി നിർത്തുന്ന പല കാരണങ്ങൾ അവരുടെ കുടുംബത്തിൽ കടന്നു വരാം. അപ്പാ, അങ്ങ് കൂടെ ഇരിക്കണമേ. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവത്തിലേക്ക് ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.